ഹലോ, സാസ വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് വിൻക പ്ലാന്റിൻ്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും കെയറിങ്ങിനെ കുറിച്ചുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളേഴ്സിലുള്ള വെറൈറ്റീസിൻ്റെ വിൻക പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിലൊരു ഹൈബ്രിഡ് വെറൈറ്റി ഞാൻ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണത് ഒരു പൂവൊക്കെ ഇട്ടത്. അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതിന് ആ ഒരു തൈ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നടാനായിട്ട് ഞാൻ നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ളൊരു പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോട്ടിൻ്റെ ആ ഡ്രെയിനേജ് ഹോൾസ് ഒന്നും അടഞ്ഞു പോകാതിരിക്കാൻ ഞാൻ അതിലേക്ക് തെർമോകോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് നല്ലൊരു പോട്ട് മിക്സിന് വേണ്ടിയിട്ട് മണാൽ കലർന്നിട്ടുള്ള ആ ഒരു മണ്ണും പിന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പോട്ടിലേക്ക് ഞാനത് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് ആ ഒരു പ്ലാന്റിന് നല്ല ഗ്രോത്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഞാൻ ഈ ഒരു പോട്ട് മിക്സിലേക്ക് ഒന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഈ ഒരു വിൻക പ്ലാന്റിന് അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലെയുള്ള ആ ഒരു വെയിൽ മാത്രം മതി. പിന്നെ ആ ഒരു നാടൻ വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു വിൻക പ്ലാന്റ് ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാനിവിടെ പ്ലാന്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വിൻക പ്ലാന്റ്. ഇത് ഈ ഒരു പോട്ട് ഡ്രൈ ആകുമ്പോൾ മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രാവിലത്തെ വെയിൽ മാത്രം കിട്ടുന്ന ആ ഒരു ഷെയ്ഡിലേക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ല രീതിയിൽ ബുഷായിട്ട് നല്ല പൂവായിട്ട് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പൊക്കം വെച്ച് വരുമ്പോൾ തന്നെ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർത്താം. ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.